ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആ പേര് പറയുന്നത് പോലെ തന്നെ ഇൻഡിവിജ്വലി ഡിഫറൻസ് ആണ് എല്ലാവരും. ഡൈവേഴ്സിറ്റി അറ്റ് ദ ഇൻഡിവിജ്വൽ ലെവൽ ഈസ് ഓഫൺ ഡിനോട്ടഡ് ആസ് എ സൈക്കോളജിക്കൽ ഡിഫറൻസ് എമൗങ് ദ ഇൻഡിവിജ്വൽ. അതായത് ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ കളറിൽ, അവരുടെ സ്കിന്നിൽ, ഹൈറ്റിൽ, അല്ലെങ്കിൽ സ്ട്രക്ചറിൽ, എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് ജനറ്റിക് ട്രാൻസ്ഫർ ഫ്രം പാരൻസ്, പിന്നെ ഒന്ന് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്. ജനറ്റിക് ട്രാൻസ്ഫർ ഫ്രം പാരൻസ് എന്ന വേരിയേഷൻ ഇൻ എ ജെനറ്റ്സ്, ക്രോമോസോം ആൻഡ് DNA ട്രാൻസ്മിറ്റഡ് ഫ്രം പാരൻസ് ടു ഓഫ്സ്പ്രിങ്. അതായത് ജനറ്റിക്കലി അവർ വരുന്ന ട്രാൻസ്മിറ്റിലൂടെ വരുന്ന ഡിഫറൻസ് ആയിരിക്കാം. പിന്നെ അടുത്ത് പറയുന്നത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും, ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ബോഡി സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ സ്ട്രെങ്ത്ത് ഡിഫറെൻ്റ് ആയിരിക്കും, അവർ കാണുന്ന രീതികൾ വ്യത്യാസമായിരിക്കും. അതേപോലെ ഓരോരുത്തരും എല്ലാത്തിലും ഓരോരോ ഡിഫറൻസുകളായിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ ഇൻ്റലക്ച്വൽ ഡിഫറൻസ് ഉണ്ട്, ഹെൽത്ത് ഡിഫറൻസ് ഉണ്ട്, ഫിസിക്കൽ ഡിഫറൻസ് ഉണ്ട്. ഫിസിക്കൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫിസിക്കലി എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഹൈറ്റിൽ, ഹെയറിൻ്റെ കളറിൽ, അതേപോലെ അങ്ങനെ പല കാര്യത്തിലും പലരും ഡിഫറെൻ്റ്, ഷേപ്സ്, അവരുടെ സ്ട്രക്ചർ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഹെൽത്ത് ഡിഫറൻസ് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ഹെൽത്ത് കണ്ടീഷനല്ല, പലർക്കും പല ഹെൽത്ത് കണ്ടീഷൻ, അതിലും അവർ ഒരുപാട് ഡിഫറൻസുകൾ വരുന്നുണ്ട്. ഇൻ്റലക്ച്വൽ ഡിഫറൻസ് പറഞ്ഞാൽ IQ ലെവല്. ഇപ്പോൾ എല്ലാവർക്കും ഒരേ IQ അല്ലല്ലോ, ഓരോരുത്തർക്കും പലതരം IQ. ചിലർക്ക് പെട്ടെന്ന് കിട്ടുന്നവരുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ മാത്സിലൊക്കെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ടൈം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് അവരുടെ IQ ഡിഫറൻസിനനുസരിച്ച് അവരുടെ കപ്പാസിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഈ എക്സാമ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പറയുന്ന പേഴ്സണാലിറ്റി വേരിയേഷൻ. അതായത് അവരുടെ ഓരോ ആളുകൾക്കും പേഴ്സണാലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ ഇമോഷണൽ, അതായത് ഓരോരുത്തരും ഒരു സിറ്റുവേഷൻ എടുക്കുന്നത് പലതരത്തിലായിരിക്കും. ചിലർ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നവരായിരിക്കും, ചിലർ അത് ടൈം എടുത്ത് എന്താ സിറ്റുവേഷൻ മനസ്സിലാക്കി ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു ഫെയിലിയർ വരുമ്പോൾ പെട്ടെന്ന് കരയുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ഇമോഷണലി ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ ഇൻ്റലക്ച്വൽ ഡിഫറൻസ്, കോഗ്നിറ്റീവ് ഡിഫറൻസ്, അതായത് ഓരോരുത്തരുടെ ഇൻ്റലക്ച്വൽ ഡിഫറെൻ്റ് ആയിരിക്കും. അത് നെക്സ്റ്റ് പറയുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻ എന്ന് പറയുന്നത്, ഓരോരുത്തർക്കും ഇൻട്രസ്റ്റും പാഷനും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് ഫുഡിനോടായിരിക്കും, ചിലർക്ക് ട്രാവലിനോടായിരിക്കും. അതുപോലെ പാഷൻസും എന്തായിരിക്കും, പലർക്കും പല പാഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ ലേണിംഗ് സ്റ്റൈൽ, അതായത് ഓരോരുത്തർ പഠിക്കുന്ന രീതി ഡിഫറെൻ്റ് രീതിയിലൂടെ പഠിക്കുന്നത്. ചിലർക്ക് ഇങ്ങനെ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ വെച്ചിട്ട് പഠിക്കാനുണ്ടായിരിക്കും, ചിലർക്ക് ഇങ്ങനെ വായിച്ച് പഠിക്കുന്നവരുണ്ടായിരിക്കും, എഴുതി പഠിക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ ലേണിംഗ് സ്റ്റൈൽ, അല്ലെങ്കിൽ അവർ ഓരോന്നും ലേൺ ചെയ്യുന്നത് പല രീതിയിലൂടെ ആയിരിക്കും. ചിലർ ട്രാവൽ ചെയ്തിട്ടായിരിക്കും അവർ ഈ ലോകത്തെ അറിയുന്നത്, അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റീഡ് ചെയ്ത്, അങ്ങനെ പുസ്തകത്തിലൂടെ ലോകം അറിയുന്നവരുണ്ടാകും. അങ്ങനെ പലവരും പല രീതിയിലായിരിക്കും അവരുടെ ഈ ലോകത്തെ പഠിക്കുന്നത്. ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസ് എങ്ങനെ ലേണിംഗ് പ്രോസസ്സിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞ വാരിഡ് ലേണിംഗ് നീഡ്സ്, അതായത് ഓരോ കുട്ടികൾക്കും അവരുടെ ലേണിംഗ് സ്റ്റൈലും നീഡ്സും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ഹൗ ദേ എൻഗേജ് വിത്ത് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, അത് അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ കൾച്ചർ കോണ്ടെക്സ്റ്റിന് ഓരോ കുട്ടികളുടെയും അല്ലെങ്കിൽ ഓരോ ലേണേഴ്സിൻ്റെയും ബാക്ക്ഗ്രൗണ്ടും ട്രഡീഷണലും എക്സ്പീരിയൻസും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതും അവരുടെ ലേണിംഗ് എൻവയോൺമെൻറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ റിലീജിയന്, കൾച്ചർ, സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ
അവരിതിനെ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഈ ഫ്ലെക്സിബിൾ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം ദാറ്റ് നോളജ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ക്യാൻ എൻകറേജ് മോർ ഫ്ലെക്സിബിൾ ആൻഡ് ക്രിയേറ്റീവ് പ്രോസസ് ഇൻ ഓൾ സ്റ്റുഡൻസ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് കുട്ടികളെ മോർ ഫ്ലെക്സിബിളും ക്രിയേറ്റീവ് തിങ്കിങ് ആകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഈ അടുത്ത് പറയുന്നത് റോൾ ഓഫ് ദ ടീച്ചർ അതായത് ടീച്ചർ, അതായത് നമുക്കറിയാം ഒരു ക്ലാസ്സിൽ ഒരേപോലത്തെ കുട്ടികളല്ല പലതരത്തിലുള്ള കുട്ടികളുണ്ടാവാം. അപ്പോൾ അവർ ഫസ്റ്റ് പറയുന്നതാണ് ഒബ്സർവ് ആൻഡ് അസസ്. അതായത് അവരുടെ ഇൻട്രസ്റ്റ്, ഇമോഷണൽ നീഡ്സ്, ബിഹേവിയർ അതൊക്കെ മോണിറ്റർ ചെയ്തിട്ട് വേണം നമ്മൾ അവരായിട്ട് എന്താ പറയുക ഇൻട്രാക്ട് ചെയ്യാൻ. അതേപോലെ അണ്ടർസ്റ്റാൻഡ് കോണ്ടെക്സ്റ്റ്, അതായത് അവരുടെ സോഷ്യൽ കൾച്ചർ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം അവരെ നമ്മളെ ആ ഒരു ക്ലാസ്സിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ. അടുത്ത് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷണൽ, അതായത് ടീച്ചിങ് അതായത് നമുക്ക് ആ കുട്ടികൾക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മുടെ ടീച്ചിങ് മെത്തേഡും മെറ്റീരിയൽസും ഒക്കെ അതിനനുസരിച്ച് വേണം നമ്മൾ എന്താ പറയുക ഓർഗനൈസ് ചെയ്യാൻ. അതുപോലെ ഫ്ലെക്സിബിൾ ഗ്രൂപ്പിംഗ്, അതായത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് ആയിരിക്കണം നമ്മളവിടെ കൊണ്ടുവരാൻ. ചെറിയ സ്മോൾ ഗ്രൂപ്പുകളൊക്കെ ആക്കിയിട്ട് നമ്മൾ എന്താ പറയുക അവരുടെ സ്കില്ലിനെ അതുപോലെ സ്ട്രെങ്ത്തിനെയൊക്കെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഗ്രൂപ്പ് ആക്കുമ്പോൾ ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ പറയുകയാണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ ഓരോ ഗ്രൂപ്പ്. ഇപ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെയല്ല പഠിക്കുക. ചിലർക്ക് പെട്ടെന്ന് കിട്ടുന്നവരുണ്ടായിരിക്കും, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നവരുണ്ടാവും. അപ്പോൾ അവരെ നമ്മളിങ്ങനെ ഗ്രൂപ്പാക്കി ഓരോ ഗ്രൂപ്പുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിലായ കുട്ടികളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. പ്രൊമോട്ട് സെൽഫ് റെഗുലേഷൻ, എന്താ പറയുക അവരുടെ സെൽഫ് റെഗുലേഷന് പ്രൊമോട്ട് ചെയ്യുക. അവരുടെ ഫീലിങ്സിനെയും അതേപോലെ ഇമോഷൻസിനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. കാരണം എല്ലാവരുടെയും ഇമോഷൻസ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. എൻകറേജ് ഫ്ലെക്സിബിൾ തിങ്കിങ്, ക്രിയേറ്റ് എ സേഫ് എൻവയോൺമെൻറ്റ് വേർ സ്റ്റുഡൻറ്റ് ക്യാൻ എക്സ്പ്ലോർ ക്രിയേറ്റീവ് സൊല്യൂഷൻ ആൻഡ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവിലും എക്സ്പ്ലോർ ക്രിയേറ്റീവ് സൊല്യൂഷനിൽ എന്ത് ചെയ്യുക, കുട്ടികൾക്കൊരു സേഫ് എൻവയോൺമെൻറ്റ് ടീച്ചർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അടുത്ത MCQക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ജനറ്റിക് ട്രാൻസ്ഫർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് റെഫർ ടു? Option A, the influence of environment on learning. Option B, transmitted from parents to offspring. Option C, the process of social learning. The impact of education on intelligence. Option B. Which of the following is an example of a physical trait influenced by genetic transfer? Option A, personality. Option B, intelligence. Option C, height. Option D, confidence. Option C, height. Which of the following in an example is not an example of physical characteristic? Option A, hair color. Option B, nose shape. Option C, personality type. Option D, body strength. Answer option C, personality type. Which of the following the statement best summarize physical characteristic? They are purely inherited and remain context for all individuals. They include visible traits, shape. They depend only on nutrition and exercise. They refer only to internal biological process. They include visible traits, shape. How do personality traits influence social interaction? Option A, the shape how individual related to other and behave in social situation. Option B, they determine physical abilities. Option C, they have an impact on communication style.
Option D, they depend entirely on genetic inheritance. Option A, why is it important for teachers to understand intellectual difference among students? Option A, to provide equal teaching method to all. Option B, to identify weaker student for punishment. Option C, to design activity that suit varied learning strength and style. Option D, to encourage competition among learners. Option C. Cognitive diversity in a classroom primarily affect the teaching learning process, the school infrastructure, the physical fitness of students, the language of instruction, the teaching learning process. A learner's socio-cultural context include option A, background, tradition and prior experience, only family, income, physical. അടുത്ത question, physical characteristic include observation features like height, hair color and body build. These traits are influenced only by environment factor. A is true but R is a false. A and R is a false. Both A and R are true. A is false but R is a true. Option A. Cognitive diversity affects the way learners understand the respond to lesson. Difference in intelligence, aptitude and motivation influence the teaching learning process. A is true but R is a false. Both A and R is false. Both A and R are true. A is false but R is a true. A is answer C. Thank you.